മലയാളത്തിലെ ആദ്യത്തെ വനിതാ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടുള്ള നീറ്റ MC ആണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് അവർ കലാകൗമുദിക്ക് വേണ്ടി സ്വാഗതം ചെയ്യാം. ഹലോ. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ എന്താണ് ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അതായത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കലയും കൂടി ഒന്നിച്ചു ചേരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് എല്ലാ കലയും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതൽ സ്ത്രീകൾ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിലുള്ള വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഈ 4.5 വർഷം അത് വരാൻ വൈകിയത് കൊണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് കിട്ടേണ്ട നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്, വർക്ക് സംബന്ധമായിട്ടും. കാരണം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് വർക്ക് കിട്ടുക, അവരുടെ തുല്യവേതനം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലും സംസാരിക്കാനുള്ളത് സ്ത്രീകൾക്ക് കിട്ടുന്ന തൊഴിലും അവർക്ക് കിട്ടുന്ന വേതനത്തിനെ കുറിച്ചും തന്നെയാണ്. ഇപ്പൊ ഈ തൊഴിലിടങ്ങളിൽ ഇതുപോലെയുള്ള ലൈംഗിക അടക്കമുള്ള ആരോപണങ്ങൾ വരുന്നത് ഈ അടുത്ത കാലത്താണ്. അതായത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് കൂടുതലായിട്ട് വരുന്നത്. ഈ പറയുന്നതെല്ലാം 10 വർഷം 15 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ്. ആ സമയത്തൊന്നും തന്നെ യാതൊരു രീതിയിലുള്ള പരാതികളോ ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ഉന്നയിക്കാതെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത്തരത്തിൽ പല നടിമാരും ആരോപണമായി രംഗത്ത് വരുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാൻ WCC കാരണമാണ് ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ഇത് രൂപീകരിക്കുന്നതും ഇപ്പൊ അത് വന്നതിലൊക്കെ അവർക്കുള്ള ഒരു പങ്കുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നീതി ആർക്ക് നിഷേധിക്കപ്പെടുന്നോ അവർക്ക് നീതി ലഭിക്കണം എന്ന് വെച്ചാൽ ഞാനൊരു ഇൻഡസ്ട്രി പേഴ്സൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് ഒരു മറുപടി പറഞ്ഞു ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുന്നതല്ല. അപ്പൊ എൻ്റെ മുന്നിൽ ഞാൻ കാണുന്ന പ്രശ്നങ്ങൾക്കെതിരായിട്ട് എനിക്ക് എന്താ പറയാ, ഞാൻ അതിനെ അഡ്രസ് ചെയ്യേണ്ടതും അതിനെതിരെ പ്രതികരിക്കേണ്ടതും എൻ്റെ കടമയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം ഈ ഒരു റിപ്പോർട്ട് വന്ന പശ്ചാത്തലത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് കാര്യങ്ങൾ പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായി എന്നുള്ളതാണ്. പലതും നമ്മൾക്ക് അറിയാം. ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ ആക്റ്റീവാണ്. പഴയ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആക്റ്റീവ് അല്ല. പിന്നെ ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രമല്ല ഈ സെക്ഷൽ ഹരാസ്മെന്റും കാര്യങ്ങളും ഉള്ളത്. നമ്മൾ പറയുന്ന എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ തരം ഇതിലും ലോകമെമ്പാടും ഇത് നടക്കുന്നുണ്ട്. പക്ഷെ സിനിമ എന്ന് പറയുന്നത് ഒരു ലൈം ലൈറ്റ് ആണ്. ഇവിടെ എന്ത് സംഭവിച്ചാലും അത് ആളുകളിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അത് ആളുകൾക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. ഈ ഹേമ കമ്മിറ്റി എന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അതൊരു സെക്ഷൽ ഹരാസ്മെന്റിനെ കുറിച്ച് മാത്രമല്ല, തുല്യവേതനം, തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വം, സ്ത്രീകൾക്ക് വേണ്ട ആവശ്യങ്ങൾ, ഇവൻ ബാത്റൂം ആയിക്കോട്ടെ, അവരുടെ സൗകര്യങ്ങളായിക്കോട്ടെ, അവരുടെ ഫുഡ് കാര്യങ്ങൾ, ഇതെല്ലാം ആ റിപ്പോർട്ടിലുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരിടത്ത് എനിക്ക് സുരക്ഷിതമായി എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ മെന്റൽ ഹെൽത്തും അതിനെ ബാധിക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് എ ഫിസിക്കൽ ഹെൽത്ത് എന്നുള്ളതല്ല. അപ്പം സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയുന്നത് ടോട്ടലി ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ ഇതിലുപരിയായിട്ട് മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. ഇപ്പം മാറ്റി നിർത്തപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് സ്വതന്ത്രമായി വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുക, അതല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും എന്നോടൊരു ഈഗോയോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിലേക്ക് നമ്മളെ വർക്കിനെയും കൂടി അതിലേക്ക് വലിച്ചിഴക്കുക. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനിപ്പോൾ ഒരു യൂണിയന്റെ ഭാഗമല്ല എങ്കിൽ, അല്ലെങ്കിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ല എങ്കിൽ നമ്മൾ അവിടെ സംസാരിക്കില്ല. നമുക്കിത് എവിടെ പോയി നമുക്കിത് പറയാൻ പറ്റും? അവസരങ്ങൾ, വേദികളില്ല. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ഇന്ന് വരെയുള്ള സിനിമാ ചരിത്രത്തിൽ മറക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പം സിനിമയിലെ ആക്ട്രസിനോ ആക്ടറിനോ മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന, ടെക്നിക്കൽ ഫീൽഡിലും ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ടെക്നിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് വരാം, ആർട്ട് ആവാം, കോസ്റ്റ്യൂം ആവാം, അല്ലെങ്കിൽ എന്താ പറയാ, അവിടെ യൂണിറ്റിന്റെ ചേട്ടന്മാരുണ്ട്. അപ്പം പുരുഷനും സ്ത്രീയും ഒരുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. വേതനത്തിന്റെ കാര്യത്തിലും അവർക്ക് പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അപ്പം സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നതുകൊണ്ട് സ്ത്രീകളുടെ കാര്യങ്ങൾ മാത്രമേ 99% പുറത്തു വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഹേമ കമ്മിറ്റി എന്ന റിപ്പോർട്ട് വന്നതുകൊണ്ട് ആളുകൾക്ക് കുറച്ചും കൂടി ഊർജ്ജമുണ്ടായി. എനിക്ക് ഇന്നത് സംഭവിച്ചു എന്ന് പറയാനുള്ള ഒരു വേദി അവിടെ ഉണ്ടായി. അത് മാത്രമല്ല, ഇതിനകത്ത് ചില വൈരാഗ്യങ്ങൾ, അതായത് ചിലരോട് താല്പര്യമില്ലായ്മ, ഇതെല്ലാം
ഒരു അവസരമാക്കിക്കൊണ്ട് അനാവശ്യമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു അവസരമാക്കിയിട്ട് ചില ആളുകൾ ഇത് കാണുന്നു എന്നുള്ളതിനെ കുറിച്ച് അഭിപ്രായം? അത് കുറ്റക്കാരെന്ന് പറയുന്നത് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. പറയാൻ കാരണം മനസ്സിലായി. കഴിഞ്ഞ ദിവസം കണ്ട സിദ്ദിഖിനെതിരെ ഒരു ആരോപണം, സിദ്ദിഖിനെതിരെ ഒരു ആരോപണം വന്നതിന്റെ അടിസ്ഥാനത്തിൽ രാജിവെച്ചത്. അതിനുശേഷം വീണ്ടും ഒരു ആരോപണം വരികയുണ്ടായി. അതായത് മറ്റേ ദൃശ്യ സിനിമ ചെയ്യുന്ന സമയത്ത് നടി ആശാ ശരത്തിനോട് മോശമായി പെരുമാറി എന്ന രീതിയിൽ ഒരു ആരോപണം വരികയും ഇന്ന് ആശാ ശരത്ത് അത് തികച്ചും തെറ്റാണ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കേണ്ട ഒരു അവസരം വരെ എത്തി. അപ്പോൾ ഇത് ഒരാളോട് ഒരു വ്യക്തിവൈരാഗ്യമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരാൾക്ക് താല്പര്യമില്ല ഇൻഡസ്ട്രിയിൽ എങ്കിൽ ഇതൊരു അവസരമാക്കി ഉപയോഗിച്ചേക്കാം എന്ന രീതിയിൽ നടിമാര് അടക്കമുള്ളവർ രംഗത്ത് വരുന്നതായിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതായത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, പല കാര്യങ്ങളും പുറത്തു വന്നു. എന്തായാലും സർക്കാർ തന്നെ അതിനെതിരെ ഒരു അന്വേഷണ സമിതി വെക്കട്ടെ, കുറ്റക്കാരാരാന്നുള്ളത് കണ്ടുപിടിക്കട്ടെ. അപ്പം ന്യായം എല്ലാവർക്കും കിട്ടണം, അത് റിയൽ ആയിരിക്കും വേണം എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. കാരണം ഇപ്പം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ലൈം ലൈറ്റ് ആണ്, നമ്മൾ എന്ത് പറഞ്ഞാലും അത് ജനങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഞാനും ഒരു സിനിമാ പ്രവർത്തകയാണ്, അതുകൊണ്ടാണ് എൻ്റെ ജീവിതമാർഗം എന്ന് പറയുന്നതിൽ ഇതുവരെയും ഞാൻ അഭിമാനം കൊണ്ടിട്ടുള്ളതാണ്. എല്ലാ സംഘടനകളുടെയും ഭാഗവുമാണ് ഞാൻ, ഒരുപാട് യൂണിയൻ പ്രവർത്തനങ്ങളും. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, എന്ത് കണ്ടാലും ഞാൻ പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതല്ല, ഞാനും പ്രതിബദ്ധയാണ് അതിൽ. അത് കുറ്റക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം, അതല്ലാതെ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് മറ്റുള്ളവരെ വലിച്ചിടുക എന്നുള്ളതിൽ ഞാൻ അത് സപ്പോർട്ട് വെക്കില്ല ഒരിക്കലും. എത്ര സിനിമയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്? ഏത് വർഷം മുതലാണ് സിനിമ ഫീൽഡിലേക്ക് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ വന്നത്? ഞാൻ 2011 ആദ്യമായിട്ട് ഈ മേഖലയിലേക്ക് വരുന്നത്. അതായത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു അറബിക് മൂവി ആയിരുന്നു. അതായത് ഞാൻ പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് എനിക്ക് അറിയാനിടയുണ്ടായി. അപ്പം എൻ്റെ പഠനം കഴിഞ്ഞ ശേഷം അതായത് അതിലേറ്റവും ഹയസ്റ്റ് ടോപ്പായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഒരു ചാൻസ് ഉണ്ട് ആ പടത്തിൽ വർക്ക് ചെയ്യാമെന്ന് ഞാൻ അറിയുന്നത്. അപ്പം ഞാനൊരു സ്റ്റുഡൻറ് മാത്രമാണ് ആ സമയത്ത്. പക്ഷെ അത്രയും വലിയൊരു പ്രൊജക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ എനിക്ക് ഐ എം കൺഫ്യൂസ്ഡ്. കാരണം ഞാൻ നമ്മുടെ നാട്ടിലല്ല, പുറത്തു പോയി ചെയ്യണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കാരണം ഞാൻ അറബിക് മൂവിയാണ് ചെയ്യേണ്ടത്, അതായത് ലാംഗ്വേജ് പ്രശ്നം ഉണ്ടാവാം, കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ പോലും അറിയില്ല. അപ്പം അങ്ങനെ ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും കൂടിയാണ് ഞാൻ ആ വർക്കിൽ പോകുന്നതെങ്കിലും പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ വളരെ കംഫർട്ടായിട്ട് എനിക്ക് ആ വർക്ക് തീർക്കാൻ സാധിച്ചു. അന്ന് ഞാനെടുത്തൊരു തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് പറ്റും, ഇതാണ് എൻ്റെ വഴി എന്ന് അന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. കാരണം ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ല, അത് ഒരു സ്റ്റേറ്റിൽ ഒതുക്കപ്പെടുന്നില്ല. നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, വർക്കിന് നമുക്ക് അവിടെ ഒരു ലാംഗ്വേജിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മളൊരു ടെക്നീഷ്യനായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു കൃത്യമായൊരു നരേഷൻ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ തരുമ്പോൾ നമ്മൾ നമ്മുടെ കഥാപാത്രങ്ങളെ അവിടെ സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ളൊരു ഫ്രീഡവും നമ്മൾ ചെയ്യുന്ന തൊഴിലിന് കൃത്യമായൊരു വേതനവും കിട്ടിയാൽ ഐ എം ഹാപ്പി. പിന്നെ മലയാളത്തിൽ ഞാൻ ആദ്യം ചെയ്തത് കൂടെ എന്ന് പറഞ്ഞ മൂവിയാണ് ആദ്യമായിട്ട് റിലീസ് ചെയ്തത്. ആദ്യം ചെയ്ത മൂവി ഉടലാഴം എന്ന് പറഞ്ഞ മൂവിയാണ്, ഡോക്ടേഴ്സ് ഡിലൈമ പ്രൊഡ്യൂസ് ചെയ്ത ഒരു മൂവിയായിരുന്നു. പക്ഷെ അത് റിലീസ് ചെയ്യാൻ കുറച്ച് വൈകി. അപ്പൊ കൂടെയാണ് ഞാൻ ചെയ്ത ഒരു കൊമേഴ്സ്യൽ മൂവി എന്ന് പറയുന്നത്, ഓ സിൻഡ്രല്ല. ഫാമിലി, പിന്നെ B32-244 എന്ന മൂവി കഴിഞ്ഞ ശേഷമാണ് ഈ ഓ സിൻഡ്രല്ല ചെയ്യുന്നത്. അതിനുശേഷം കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ടോട്ടല് എല്ലാ ഒരു 7 ലാംഗ്വേജില് 40 പടങ്ങളോളം ഞാൻ ചെയ്തു. ഈ 40 പടത്തിന്റെ സെറ്റുകളിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒരു മോശമായ അനുഭവം ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും? എനിക്ക് മോശമായ അനുഭവം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നുവരെ ഞാനൊരു സെക്ഷൽ ഹരാസ്മെന്റ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്ക് എന്താ പറയാ, എനിക്കെപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, എനിക്കെതിരെ സംസാരിച്ചതും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതും സ്ത്രീകൾ തന്നെയാണ്. അതായത് ഒരേ കാറ്റഗറി പോകുന്നത്, അതായത് മേക്കപ്പുമായി ബന്ധപ്പെട്ട് പോകുന്ന ആൾക്കാരാണോ? അല്ല, മേക്കപ്പ് എന്ന് പറയുമ്പം അന്നും സ്ത്രീകൾ ഇല്ലല്ലോ ഈ ഡിപ്പാർട്ട്മെന്റില്. അപ്പം ഈ ഒരു മേക്കപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഇതുവരെയും പുരുഷന്മാര് ചെയ്തുകൊണ്ടിരുന്ന ഒരു മേഖലയാണ്. അപ്പം 2013 മുതൽ ഞാൻ ആക്റ്റീവായിട്ട് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു നേതൃത്വ സ്ഥാനത്ത് നിൽക്കുമ്പോൾ കൂടെയുള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം അനുഭവപ്പെടാം.
അപ്പൊ അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും പല പടങ്ങളിൽ നിന്നും എനിക്ക് ഇറങ്ങി പോരേണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളോടുള്ള ദേഷ്യം കൊണ്ടിട്ടോ വൈരാഗ്യം കൊണ്ടിട്ടോ ആണെന്ന് അറിയില്ല, 4 പടങ്ങളിൽ നിന്ന് എനിക്ക് പേയ്മെന്റ് പോലും കിട്ടാതിരുന്നിട്ടുണ്ട്. 68 ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം പേയ്മെന്റ് കിട്ടാതെ നമുക്ക് പോരേണ്ട സാഹചര്യം. അതെ, 55-65 ദിവസം വർക്ക് ചെയ്തിട്ടും 1 രൂപ പോലും എനിക്ക് കിട്ടാതെ ഞാൻ വരേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചത്, അതല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഞാൻ ഈ കേരളത്തിലെ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു യൂണിയന്റെ ഭാഗമായിരുന്നു വെച്ചെങ്കിൽ എനിക്കിത് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നതാണ്. ഞാൻ അപ്പോഴും യൂണിയന്റെ മെമ്പറാണ്, മുംബൈ യൂണിയന്റെ. പക്ഷെ ഞാൻ കേരളത്തിൽ വർക്ക് ചെയ്യുമ്പോൾ മുംബൈ യൂണിയൻ എന്തായാലും ഇവിടെ ഒന്നും ഇടപെടത്തില്ലല്ലോ. അപ്പൊ എനിക്കൊരു ലിമിറ്റേഷൻ. അപ്പം ഞാൻ അന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാനൊരു യൂണിയന്റെ ഭാഗമായിരുന്നെങ്കിൽ. കാരണം നമ്മൾ ഈ 68 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയും നമ്മൾ എന്തിനു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്? നമ്മളുടെ കുടുംബത്തിന് വേണ്ടി, നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പണിയെടുത്തിട്ട് എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം കിട്ടാതിരിക്കുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇനി അത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഞാൻ വർക്ക് ചെയ്യുന്നു, ആ വർക്ക് എനിക്ക് സമാധാനപരമായിട്ടും സ്വസ്ഥമായിട്ടും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ആ വർക്കിൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥയും അതും അതിഭീകരമാണ്. ആ സ്ട്രെസ്സിൽ നിന്നും ട്രോമയിൽ നിന്നും നമുക്ക് ഇറങ്ങി വരാൻ കുറെ അധികം സമയം എടുക്കും. അതായത് എനിക്കൊരു 4 അനുഭവം ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. അത് 4ഉം സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അനുഭവം പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു മലയാളം സിനിമ ചെയ്യുമ്പം എൻ്റെ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ അസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ഹെയർ സ്റ്റൈലിസ്റ്റിനെയാണ് വെക്കുന്നത്. അപ്പൊ മൂവി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മൂവി സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെയും 4-5 ദിവസം എടുക്കും. അപ്പൊ ട്രയലും കാര്യങ്ങളൊക്കെ നമ്മൾ പോകണം. അപ്പൊ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അസിസ്റ്റന്റിനെ കുറിച്ചിട്ട് എനിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു, പ്രൊഡക്ഷനും ഇത് ഓൾറെഡി നോട്ട് ചെയ്യുന്നു. അങ്ങനെ അവർ വിളിച്ചിട്ട് പറയുന്നു, മറ്റേ ആ കുട്ടീനെ ഇവിടെ പറ്റില്ല, സോ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി, ആ കുട്ടീനെ തിരിച്ചുവിടും, നമുക്ക് വേറെ ആളെ വെക്കാം എന്ന് പറയുവാണ്. കാരണം നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മൾ കാണുവാണ്. കാരണം പല കാര്യങ്ങളും നമ്മൾ നേരിട്ട് കാണേണ്ട ഒരു അവസരം ഉണ്ടായി. അപ്പം ഇനി മൂവി തുടങ്ങിയാൽ ഇതൊരു 120-125ഓളം പേരുകൾ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റാണ്. അപ്പൊ ആ സെറ്റിൽ ഈ കുട്ടി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നറിഞ്ഞതുകൊണ്ട് ഞാനല്ല അതിൽ തീരുമാനമെടുത്തത്. അത് ഒരു ടീമാണ്, പ്രൊഡക്ഷനാണ് മെയിൻ അടക്കം തീരുമാനിച്ചത്. അങ്ങനെ ഈ കുട്ടീനെ നമ്മൾ അതുവരെ വർക്ക് ചെയ്ത പൈസയും കൊടുത്ത് തിരിച്ചു വിടുവാണ്. അതിനുശേഷം ഏതാണ്ട് 1 മാസത്തോളം എനിക്കും എൻ്റെ കുട്ടികൾക്കും, എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ ഹസ്ബൻഡിനെയും വെച്ചിട്ട് ഒരുപാട് സൈബർ അറ്റാക്ക് എനിക്ക് 1 മാസത്തോളം എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ ഞാൻ നിന്ന സ്ഥലം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് കുറച്ചില്ലാത്ത സ്ഥലമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഏതാണ്ട് 1.5 മാസത്തോളം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കേണ്ട ഒരു ഇത് വന്നു. അതുപോലെ ഞാൻ ഇതുപോലെ ആ സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. ഞാൻ എൻ്റെ ഒരു അവസ്ഥ പറയുവാണ്, കാരണം ഞാൻ ഇതിൽ നിന്ന് പോരുവാണ്, കാരണം എനിക്ക് പറ്റുന്നില്ല സ്ട്രെസ് താങ്ങാനായിട്ട് എന്ന് പറയുക. അപ്പം അവരൊന്നും മിണ്ടിയില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അന്ന് എൻ്റെ ഫാമിലിയിൽ നിന്ന് എൻ്റെ ബ്രദറും ഇവരൊക്കെ കൂടി എൻ്റെ സെറ്റിൽ വരുന്നത്. കാരണം അവർക്ക് ഫീൽ ചെയ്തു, ബിക്കോസ് അവരുടെ ഒരു സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഞാനിവിടെ ഒറ്റയ്ക്കായിപ്പോയി, ഞാൻ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്, അത്രയും മെന്റൽ ട്രോമ ഞാൻ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് 1-2 പ്രാവശ്യം പാനിക് അറ്റാക്ക് പോലും ഉണ്ടായ ഒരു അവസ്ഥയാണ്. അവർ വന്ന് സപ്പോർട്ട് ചെയ്ത് അവരെന്നോട് പറഞ്ഞൊരു കാര്യം, നീ ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്യരുത്, ഇത് നിന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, സോ യു ഹാവ് ടു ഫിനിഷ് ഇറ്റ്. എന്തൊക്കെ തന്നെ വന്നാലും നീ സൈബർ അറ്റാക്ക്, നീ ഫോൺ നോക്കണ്ട, നീ നിന്റെ പണി ചെയ്യുക, അവരെന്തായാലും ഇവിടെ ഇല്ലല്ലോ, ബാക്കിയുള്ളവരെന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ, നീ ജസ്റ്റ് ഡു യുവർ ഡ്യൂട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സപ്പോർട്ടും. അന്ന് എൻ്റെ കുഞ്ഞുങ്ങളും ഫോണിൽ വിളിച്ചിട്ട് പറയുമായിരുന്നു, മമ്മി പടം കഴിയാതെ തിരിച്ചു വരരുത്, ബിക്കോസ് നിനക്ക് മമ്മിക്ക് കിട്ടിയൊരു വലിയൊരു ഭാഗ്യമാണത്, അപ്പൊ അത് തീർത്തിട്ട് തന്നെ മമ്മി വരണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം നീ പടം ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അപ്പൊ ആ ഒരു സപ്പോർട്ട്, അത് ഒന്നാമത്തെ അനുഭവം. രണ്ടാമത്തെ അനുഭവം അതുപോലെ തന്നെ ഒരു ആക്ടറിൽ നിന്നാണ്, എനിക്ക് ഒരു ലേഡി ആക്ടറിൽ നിന്നാണ് ഒരു വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടാവുന്നത്. അന്ന് എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ട്, കാരണം അവരൊറ്റയ്ക്ക് വീട്ടിൽ നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല എനിക്ക്. അപ്പം അന്ന് എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ട്, എന്നെ സഹായിക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പം ആ കുട്ടികളെ പോലും ഈ ലേഡി ആക്ടർ ഒരുപാട് എന്താ പറയുക മോശമായിട്ട് അവരോട് പറയുകയും എൻ്റെ മുന്നിൽ വെച്ച് തന്നെ എൻ്റെ മോളെ ഇങ്ങനെ അവർ തള്ളി മാറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായി. ഇത് കണ്ടിട്ട് ഞാൻ ഫെയിൻ്റായി അവിടെ വീണു. ഞാൻ അഡ്മിറ്റായി. ഞാനപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഷൂട്ടിലായിരുന്നു. അപ്പം ഹോസ്പിറ്റലിൽ തന്നെയാണ് ആ ഷൂട്ട് നടക്കുന്നത്. അത് കോവിഡിൻ്റെ സമയം കൂടി ആയിരുന്നു. അപ്പം എന്നെ നേരെ ഇവർക്ക് അറിയില്ല, എനിക്ക് കോവിഡ് വന്നിട്ട് തലറങ്ങി വീണാണോ എന്നൊന്നും അറിയില്ലല്ലോ. നേരെ തന്നെ എന്നെ ഐസിയുലാക്കുന്നു. ഞാൻ വീഴുന്ന കണ്ടത് എൻ്റെ മോൻ അവിടെ അപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഓൺ ദി സ്പോട്ട് കുട്ടിയും വീഴുവാണ്. അപ്പോൾ കണ്ടിട്ട് അപ്പം
ഈ ഞാൻ അവിടെ അഡ്മിറ്റ് ആവുന്നു, എനിക്ക് ഇവര് പാനിക് അറ്റാക്ക് ആണല്ലോ, എനിക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നു, എനിക്ക് ഇവർ ഓക്സിജൻ തരുന്നു, എനിക്ക് ഇഞ്ചക്ഷൻ തരുന്നു, ഞാൻ അങ്ങനെ അവിടെ കിടക്കുക. ഇത് കഴിഞ്ഞ് ഞാൻ ഡിസ്ചാർജ് ആവുന്ന സമയത്താണ് ഡോക്ടർ വന്നത് പറയുന്നത്, ഡോൺ വറി, മോൻ അപ്പുറത്തുണ്ട്. ഞാൻ പെട്ടെന്ന് പേടിയായി, കാരണം കോവിഡിന്റെ സമയമാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കാൻ എന്ത് പറ്റിയല്ല മാം, നിങ്ങൾ വീഴുന്ന കണ്ടിട്ട് കുട്ടിയും പെട്ടെന്ന് പേടിച്ചു പോയെന്ന് പറയുവാണ്. അന്ന് എനിക്കുണ്ടായൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ആ പടത്തിലേക്ക് ആ ഒരു ആക്ടറെ ഞാനാണ് സജസ്റ്റ് ചെയ്തത്. അവർക്കുള്ള എഗ്രിമെന്റും പൈസയും ഞാനടക്കം, അതായത് ഇപ്പൊ ഞാനൊരു മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് ആണ്, എന്റെ ആവശ്യമല്ല അത്. പക്ഷെ ഞാൻ ആ പടത്തിലേക്ക് അവരെ സജസ്റ്റ് ചെയ്യുമ്പം ഈ പ്രൊഡക്ഷനിലെ ആൾക്കാർ തന്നെ പറഞ്ഞത് മിറ്റയും കൂടി വരും, എഗ്രിമെന്റും പൈസയൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ, കാരണം എനിക്ക് അവരോട് ഇഷ്ടമുള്ളത് കൊണ്ടുള്ള നമ്മൾ അവരെ സജസ്റ്റ് ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഈഗോയും പല പ്രശ്നങ്ങളും കൊണ്ട് അവർ നമുക്ക് എതിരെ തിരിയുകയാണ് ചെയ്തത്. അപ്പം അതെന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് മാത്രമല്ല, എൻ്റെ കുഞ്ഞുങ്ങളും. കാരണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കുട്ടികളെ ആ ഒരു മൂന്നാമത്തെ ഞാൻ അവരോട് ചോദിച്ചു. കാരണം ഈ സെറ്റിലെ ഡയറക്ടർക്ക് അടക്കം എൻ്റെ അവസ്ഥ എന്ന് അറിയായിരുന്നു. അപ്പൊ അവരെന്നെ പറഞ്ഞത് വിറ്റ ഡോൺ വറി, കുട്ടികളെ കൊണ്ടുവന്നോളൂ. കാരണം അവരും ഒക്കെ സിനിമ, എൻ്റെ മോളും സിനിമ പഠിച്ചു കഴിഞ്ഞൊരു ഡിഗ്രിയൊക്കെ അവള്. അപ്പം ആ കുട്ടിയും സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്നില്ല, അപ്പൊ അവളും സെറ്റ് കാണട്ടെ, അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ 2 കുഞ്ഞുങ്ങളെയും ഞാൻ കൊണ്ടുപോകുന്നത്. പക്ഷെ ആ സെറ്റിൽ വെച്ചിട്ട് 6ഓളം സ്കെഡ്യൂൾ പോയ ഒരു സിനിമയാണ്. 5 സ്കെഡ്യൂളും ഞാൻ ആദ്യത്തെ സ്കെഡ്യൂൾ ഈസ് ഓക്കെ, 2 മുതൽ 5 വരെയുള്ള സ്കെഡ്യൂൾ ഞാൻ ഒരുപാട് വിഷമം അനുഭവിച്ചു. കാരണം ഒരു തവണ ഷൂട്ട് നടക്കുന്ന സമയത്ത് രാത്രി 1 മണി 2 മണി വരെ ഒരുപാട് മെയിൻ ആയിട്ടുള്ള കുറച്ച് ആക്ടേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. അവരെ പോലും അവര് അവിടെ നിർത്തിയിട്ട് നമ്മളോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ടേക്ക് എടുത്തുകൊണ്ടേയിരുന്നു, സമയം കൂടുതൽ എടുത്തുകൊണ്ടിരുന്നു. ലാസ്റ്റ് എന്ത് പറ്റിച്ചാൽ മുതിർന്ന ആക്ടേഴ്സ് അവര് പറഞ്ഞു ഇനിയിപ്പോ ഞങ്ങൾ നിൽക്കുന്നില്ല. കാരണം അവര് നിന്ന് മടുത്തിട്ട് അവര് തിരിച്ചുപോയി. അപ്പോഴും ഇവര് ഇങ്ങനെ നമ്മളോടുള്ള ഒരു ഈഗോ കാണിക്കാൻ വേണ്ടി ലാസ്റ്റ് ഞാൻ എൻ്റെ എല്ലാ മേക്കപ്പ് സാധനങ്ങളും അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ ഈ പണി നിർത്തുവാണ്. അത് 2019-20 കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ 2-3 അനുഭവങ്ങൾ നമുക്ക് നേരിട്ടു. പക്ഷെ ഞാനൊരു മെമ്പറായ ശേഷം, യൂണിയന്റെ മെമ്പറായ ശേഷം എനിക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് നേരെ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എനിക്ക് ആരും പൈസ തരാതെ ഒന്നും ഇരുന്നിട്ടില്ല, കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 2 അനുഭവം ഉണ്ടായി. അതുപോലെ തന്നെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പം പ്രൊഡക്ഷന് വേണ്ടി നമ്മളൊരു ബില്ലിട്ട് കൊടുക്കും. അപ്പം ഇതുപോലെ ഒരു പടത്തിൽ നിന്ന് നമുക്ക് റെമോണ്ടറേഷൻ കിട്ടി, പക്ഷെ പ്രൊഡക്റ്റിന്റെ പൈസ കിട്ടിയില്ല. അപ്പൊ അതിന്റെ അർത്ഥം റെമോണ്ടറേഷൻ നമുക്ക് ഒന്നുമില്ലാണ്. അപ്പൊ അതുപോലെ തന്നെ 24 ദിവസം ചെയ്ത ഒരു പടത്തില്, അത് 2021-22 സംഭവിച്ച കാര്യം തന്നെയാണ്. അപ്പോ 25 ദിവസം ചെയ്ത പടത്തില് എനിക്ക് ആകെ കിട്ടിയത്, 25 ദിവസം പണിയെടുത്തപ്പോൾ കിട്ടിയത് 10,000 രൂപയാണ്. 10,000 രൂപ. കാരണം പ്രൊഡക്റ്റിന് മാത്രം ഏതാണ്ട് ഒരു 1.25 ലക്ഷം രൂപയോളം വേണമായിരുന്നു. അത് ആകെ എനിക്ക് 25,000 തന്നുള്ളൂ. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഈ സ്ക്രിപ്റ്റ് വായിച്ച ശേഷം ഞാൻ പറഞ്ഞിരുന്നു, ഇത് പ്രൊസ്തറ്റിക് ഒക്കെ ഒരുപാടുള്ള ഒരു സിനിമയാണ്. അപ്പൊ മിനിമം ഒരു 3 lakhs എങ്കിലും ഇല്ലാതെ, പ്രൊഡക്റ്റ് ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്ത് തരൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവർ പറഞ്ഞ അത്രയും ബഡ്ജറ്റ് ഇല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഓരോ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും അവരുടെ കയ്യിൽ ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ കളക്ട് ചെയ്തിട്ട്, കാരണം ഈ സിനിമ എൻ്റെ കാരിയറിലൊരു ബ്രേക്കാണ്, അല്ലെങ്കിൽ ആ ഡയറക്ടർ ആ സിനിമ എടുക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു, ദാറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ നിന്ന് കൊടുന്നിട്ടുള്ള സാധനങ്ങൾ മേടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ എനിക്ക് അവർക്ക് പൈസ കൊടുക്കണം. ഞാനിപ്പോൾ 7 ലിറ്റർ സാധനം മേടിക്കുന്നതിന് പകരം 1/2 ലിറ്റർ സാധനം എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ 7 ലിറ്റർ സാധനം മേടിച്ച് ഞാൻ പൈസ കളയണ്ടല്ലോ. ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. പക്ഷെ അത് കൃത്യമായൊരു ബില്ല് അതിനില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പൊ ഇത് ആദ്യമേ നമ്മൾ പറഞ്ഞ് പടം മുഴുവൻ എന്നെ കൊണ്ട് ചെയ്ത് തീർത്ത ശേഷമാണ് അവർ പറയുന്നത് കൃത്യമായൊരു ബില്ലില്ലെങ്കിൽ പൈസ തരാൻ പറ്റില്ല. അത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറയും ഈ പ്രൊഡക്റ്റ് ഇല്ലാതെ എനിക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പൊ അതിനെതിരെ എല്ലാവരും മൗനം പാലിച്ചു. അതിനുശേഷം ഞാൻ പിന്നെ എടുത്ത തീരുമാനമുണ്ട്, പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടിയിട്ട് ഇനി പണിയെടുക്കാം. ഇപ്പൊ ഈ സിനിമാ താരങ്ങളടക്കമുള്ളവർക്ക് ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു എഗ്രിമെന്റ് എന്നുള്ള സംവിധാനം ഉണ്ടാകും. ഇത് നിങ്ങളെ പോലെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് അതുപോലെയുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള എഗ്രിമെന്റ് ഉണ്ട്. കാരണം ഞാൻ ആദ്യം മുതൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാനൊരു തമിഴ് സിനിമ ചെയ്തിരുന്നു. ഏതാണ്ട് 68 ദിവസം ഞാൻ ചെയ്തിട്ട് എനിക്ക് 1 രൂപ പോലും കിട്ടിയില്ല. അന്ന് എഗ്രിമെന്റ് വെച്ചിരുന്നു. അത് ആദ്യത്തെ സ്കെഡ്യൂളിന് മാത്രമാണ് അവർ എഗ്രിമെന്റ് വെച്ചത്. സ്കെഡ്യൂൾ ഒരുപാട് പോയി. അപ്പോഴൊക്കെ അവരോട് ചോദിക്കുമ്പോൾ പിന്നെ ആവട്ടെ എന്നാ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഏത് സിനിമ ചോദിക്കുമ്പോഴും ഞാൻ എഗ്രിമെന്റ് ചോദിക്കും. പലപ്പോഴും ഒപ്പിട്ട് നമുക്ക് അതിന്റെ കോപ്പി പോലും കിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ഫോൺ ഉണ്ടെങ്കിൽ ഫോണിൽ അത് എടുത്തു വയ്ക്കുക, അല്ലാതെ നമുക്ക് ആ ഒരു കോപ്പിയൊന്നും നമുക്ക് ഒരിക്കലും തരാറില്ല. അപ്പൊ അതിലെന്താ പറയണേന്നും നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്,
ഞാൻ ഇത്ര രൂപ, അതായത് ഒരു പടം ഞാനിപ്പോ ഇത്ര രൂപയ്ക്ക് തീർക്കാം എന്നതിലുപരി ഞാൻ ഇത്ര ദിവസത്തേക്ക് വർക്ക് ചെയ്യാം എന്നതാക്കി, അങ്ങനെ ആക്കി. കാരണം നമ്മളൊരു സിനിമ എന്ന് പറയുമ്പോൾ അത് എത്ര ഇവര് പറയും 20 ദിവസം കൊണ്ട് പടം തീർക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കത്തില്ല. അപ്പൊ ആ ഒരു സിനിമ മാറും. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് റെമ്യൂണറേഷൻ കിട്ടില്ല. അപ്പൊ ഇത്ര ദിവസത്തേക്ക് എന്ന് പറയും. അപ്പൊ അതും തീർന്നില്ലെങ്കിൽ അവർ അഗ്രിമെന്റ് കൂട്ടട്ടെ എന്നുള്ള നിലപാടായി. അതുപോലെ പ്രൊഡക്റ്റിന് വേറെയും ഇപ്പൊ അസിസ്റ്റൻസിന്റെ എമൗണ്ട് അവർ വേറെയാ കൊടുക്കുന്നത്. അത് അതെ, ഞാൻ അതിൽ ഇടപെടില്ല എന്ന് പറയും. പിന്നെ പലരും എന്നോട് ചോദിക്കുന്ന കാര്യം, ഞാനൊരു സ്ത്രീയല്ലേ, അപ്പൊ എനിക്ക് മേക്കപ്പ് അറിയാം, നിങ്ങൾ ഹെയർ ചെയ്യില്ലേ, നിങ്ങൾ സാരി ഉടുപ്പിക്കില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അത് വേറെ ഡിപ്പാർട്ട്മെന്റാ. ഞാൻ ആ ഡിപ്പാർട്ട്മെന്റിൽ കൈകടത്തിയിട്ട് ഒരാളുടെ ജോലി കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ പറയും, ഞാൻ മേക്കപ്പ് മാത്രമേ ചെയ്യുള്ളൂ, ഹെയറിന് എനിക്ക് വേറെ ആളെ വെക്കണം, അല്ലെങ്കിൽ സാരി ഉടുപ്പിക്കാൻ നിങ്ങൾ കോസ്റ്റ്യൂമറെ ആണ് വെക്കേണ്ടതെന്ന് പറയും. അപ്പൊ അങ്ങനെ ചില ചെറിയ ചെറിയ വർക്കുകൾ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ കാരണം കുറെ പേരുടെ തൊഴിലില്ലാതാക്കുക ഞാൻ അത് അനുവദിക്കില്ല. കാരണം എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, തൊഴിൽ എല്ലാവർക്കും കിട്ടേണ്ടത് തന്നെയാണ്. നമ്മൾ ഈ സിനിമാ മേഖലയിൽ പ്രതികരിക്കുമ്പോൾ നമുക്ക് അവസരങ്ങൾ നഷ്ടമാവുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ നഷ്ടമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അതുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇപ്പൊ നമ്മളോട് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു ആളുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾക്കൊരു സിനിമ അല്ലെങ്കിൽ ഇന്ന സിനിമ നമ്മളാണ് ചെയ്യേണ്ടതെന്നുള്ള അവസാന ഘട്ടം വരെ വരും. അപ്പം പിന്നെ നമുക്ക് മനസ്സിലാവും, നമ്മൾ പടം തുടങ്ങും, നമ്മളെ വിളിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഞാൻ നോക്കുമ്പം അതിൽ നമ്മളോട് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ഒരു ഈഗോ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ പടം കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് അതെന്റെ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്ര നേരം താങ്ക് യു.